എലിസബത്താണ്. നിങ്ങളുടെ അവസ്ഥയിൽ വീഡിയോ ചെയ്യണമെന്ന് ആഗ്രഹിച്ചിട്ടില്ല. ആക്ച്വലി എനിക്ക് പല കാര്യങ്ങളും സഹിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ലാസ്റ്റ് B, O, C എന്നൊക്കെ പറഞ്ഞിട്ടിട്ട് ടേക്ക് കെയർ ഓഫ് യുവർ ഫാമിലി, മണി സക്കിങ് ലീച്ചസ്, ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പല ത്രെറ്റനിങ് വീഡിയോകളും പലതും, അവരുടെ കൗണ്ടർ കേസുകൾ, ഒരു ഈവൻ കല്യാണം തന്നെ നടന്നിട്ടില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഫങ്ഷൻ തന്നെ നടന്നിട്ടില്ല, എല്ലാം വലിയ ഇമാജിനേഷനാണെന്ന് പറഞ്ഞു. പിന്നെ ആൾക്കാരുടെ മുന്നിൽ വെച്ചിട്ട് വൈഫാണെന്നും ഇൻ്റർവ്യൂകളും പിന്നെ സ്റ്റേജ് ഷോകളൊക്കെ എന്തിനാണോ നടത്തിയതെന്ന് എനിക്കറിയില്ല. ഞാനിപ്പോൾ എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ, മരിക്കുകയാണെങ്കിൽ അതിന് പൂർണ്ണ ഉത്തരവാദിത്വം ആ പുള്ളി തന്നെയാണ്. ഞാൻ ചീഫ് മിനിസ്റ്ററിന് കംപ്ലൈൻറ്റ് കൊടുത്തു, പോലീസിൻ്റെ കംപ്ലൈൻറ്റുകൾ അക്സെപ്റ്റ് ചെയ്യണില്ല എന്ന് പറഞ്ഞിട്ട്. പക്ഷെ ആരും എൻ്റെ കംപ്ലൈൻറ്റ് മോളിന്ന് താഴത്തേക്ക് കുന്നംകുളം DYSP ഓഫീസിലെത്തി. ഒരു തവണ വീട്ടിൽ വന്നിട്ട് അന്വേഷിച്ചു, പിന്നെ അതിൻ്റെ റിസൾട്ട് അറിയില്ല. കോർട്ടിൽ കേസ് നടക്കുന്നുണ്ട്. കുറേ തവണ വക്കീലും പ്രസൻ്റ് ആയില്ല, പ്രതിയും ഇയാളും പ്രസൻ്റ് ആയില്ല. ലാസ്റ്റ് പ്രസൻറ്റ് ചെയ്തിട്ട് കൗണ്ടർ പ്രസൻറ്റ് ചെയ്ത് ആകെ ലോയർ മാത്രമേ പ്രസൻറ്റ് ചെയ്തത്. അതും കൗണ്ടർ നിങ്ങൾ വായിക്കേണ്ടതാണ്. അതിൽ തീരെ പുള്ളിക്ക് കാശില്ലാത്ത ഒരാളൊക്കെ ആയിട്ടാണ് അതിൻ്റെ ഉള്ളിൽ എഴുതി വെച്ചോട് 250 കോടിയുള്ള ആള്, പിന്നെ ഡോക്ടർ പേഷ്യൻ്റ് റിലേഷൻഷിപ്പുള്ളൂ, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ആൾക്കാർ പറയും. പെണ്ണുങ്ങളും ആണുങ്ങളും വന്നിട്ട് റിസൾട്ട്, പെണ്ണുങ്ങളും കേസ് വരികയാണെങ്കിൽ പെണ്ണുങ്ങൾക്കാണ് പ്രയോറിറ്റി കിട്ടുകയെന്ന് ഞാൻ ഫേസ്ബുക്കിലും എല്ലായിടത്തും സോഷ്യൽ മീഡിയയിൽ വിളിച്ചു പറഞ്ഞു. ചീഫ് മിനിസ്റ്ററിന് കംപ്ലൈൻറ്റ് ചെയ്തു, കോർട്ടിൽ കംപ്ലൈൻറ്റ് ചെയ്തു. പിന്നെ നീതി ഇങ്ങനെ ഡിലേ ആയി പോയിക്കൊണ്ടിരിക്കുകയാണ്. എനിക്കറിയില്ല ഇതിൻ്റെ സംഭവം എന്താന്ന്. ഹോസ്പിറ്റലാണ് കിടക്കണേ. ചെക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ എല്ലാവരും നോക്കാം. പിന്നെ ബ്ലഡ് ടെസ്റ്റുകൾ നോക്കാം, ഹിസ്റ്ററി നോക്കാം, സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം, എല്ലാം നോക്കാം. ആവുകയാണെങ്കിൽ ഈ ഒരാൾ മാത്രമേ കാരണമുള്ളൂ. എന്നെ ചീറ്റ് ചെയ്തു, പിന്നെ ഫിസിക്കലി അബ്യൂസ് ചെയ്തു, മീഡിയയിൽ ഡിഫെയിം ചെയ്തു. അയാൾ മാത്രമല്ല, അയാളുടെ ഫാമിലി മൊത്തം. എങ്ങനെയെങ്കിലും ജസ്റ്റിസ് കിട്ടുകയാണെങ്കിൽ ജസ്റ്റിസ് കിട്ടിക്കോട്ടെ വെച്ചിട്ടാണ്. കാര്യം എപ്പോഴും പറയും പെണ്ണുങ്ങൾക്കാണ് ജസ്റ്റിസ് കിട്ടുകയെന്ന്. പക്ഷെ ജസ്റ്റിസ് കിട്ടുന്നത് എനിക്കിപ്പോൾ തോന്നുന്നത് കാശ് ഉണ്ടോ, കാശില്ലേ, ആരാണ് വലുത് എന്നൊക്കെ നോക്കിയിട്ടാണ് ജസ്റ്റിസ് കിട്ടണതെന്ന് ഞാൻ വിചാരിക്കണേ. ഇത് പോസ്റ്റ് ചെയ്ത് എന്താവും എൻ്റെ അവസ്ഥ എന്ന് എനിക്കറിയില്ല. ഞാൻ ജീവിച്ചിരിക്കുമെന്ന് എനിക്കറിയില്ല. പക്ഷെ ഇതൊക്കെ പറയണം തോന്നി. നമ്മൾ പറയാണ്ട് ചത്തു കഴിഞ്ഞാൽ അതിൽ കാര്യമില്ലല്ലോ. എവറിത്തിങ് ഹാസ് ടു ബി സെഡ് ബിഫോർ സംതിങ് ഹാപ്പൻസ്. ഇവിടെ കംപ്ലൈൻറ്റ് കൊടുക്കാൻ നോക്കുമ്പോഴും എന്തൊക്കെയോ അവർ പറയുന്നുണ്ട്, എന്താണെന്നറിയില്ല.
അവർ സീനിയേഴ്സിനോട് ചോദിച്ചിട്ട് എടുക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. ജസ്റ്റിസ് കിട്ടാൻ എത്ര പാടാണോ എന്നൊക്കെ അറിയില്ല. നിങ്ങളും പറ, ആ കല്യാണം, ആ ഫങ്ഷൻ ഇത്ര ആൾക്കാരനെ ഇൻവിറ്റേഷൻ കാർഡ് വെച്ച് വിളിച്ച് ഭാര്യ എന്ന് വിളിച്ച് കൊണ്ട് നടന്നത് അപ്പോൾ തെറ്റാണെങ്കിൽ നിങ്ങളതിനെ എല്ലാവരും പറ്റിക്കല്ലേ? അപ്പം നിങ്ങൾ കേസ് കൊടുക്കണ്ടേ? നിങ്ങളതിനെ എല്ലാവരും കൂടി പറ്റിച്ചു എന്ന് പറഞ്ഞിട്ട്. എന്താ ഉണ്ടാവണമെന്നറിയില്ല. എല്ലാം പറയണം തോന്നി, ഭയങ്കരമായിട്ട് വിഷമാവും. ലാസ്റ്റ് ഇടയ്ക്കിടയ്ക്ക് നമ്മളെ ത്രെറ്റൻ ചെയ്യണ ലാസ്റ്റ് ആ പോസ്റ്റ് ത്രെറ്റനിങ് ആയിട്ടുള്ള പോസ്റ്റാണോ, സ്വന്തം കാര്യം നോക്കിയിട്ട് പോകണമെന്ന് ത്രെറ്റനിങ് ആയിട്ടുള്ള പോസ്റ്റാണോ? രണ്ടുപേർക്കും വീഡിയോകൾ, ഓർഡറുകൾ വന്നിട്ടുണ്ട് ബാക്കിയുള്ളവരുടെ കാര്യത്തിൽ ഇടപെടാൻ പാടില്ല, വീഡിയോ ഇടാൻ പാടില്ല എന്ന്. അപ്പോൾ D/O/C എന്ന് പറഞ്ഞിട്ട് അത് ഡോക്ടറല്ല, വേറെ ആരെയും ഉദ്ദേശിച്ച്. ഇപ്പം എല്ലാവരും അങ്ങനെയാണല്ലോ പോലീസ് കേസെടുക്കാത്തത്. നിങ്ങളുടെ പേരല്ല ഉദ്ദേശിച്ച് പുള്ളി വയലൻസ് കാണിക്കണമെന്ന് വേറെ ആൾക്കാരനെ ഉദ്ദേശിച്ചത്. അതുപോലെ ഇതിനും ആൾക്കാർക്ക് ന്യായങ്ങളുണ്ടായിരിക്കും. ഞാൻ ഇത്രയ്ക്കും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെയൊക്കെ നടക്കുമ്പോഴും. ആൾക്കാർക്ക് എന്താ കാശ് മതിയല്ലോ. ഞാൻ ജസ്റ്റിസിന് വേണ്ടിയിട്ട് മാക്സിമം പോരാടുന്നു. അറിയില്ല, ഇതോടുകൂടെ എല്ലാം നിൽക്കുമെന്നും അറിയില്ല. എനിക്കും വയ്യ എല്ലാ തവണയും വക്കീലിൻ്റെ കേസ് കൊടുത്തിട്ട് കാശ് കൊടുത്തിട്ട് ഓരോ തവണയും മാസത്തിൽ 2 തവണ സെഷന് വേണ്ടിയിട്ട് കാശ് കൊടുത്ത് പ്രസൻറ്റ് ചെയ്ത് ഇപ്പോൾ കേസ് കൊടുത്തത് അബുദായി പോലെ തോന്നുന്നു. ഞാൻ മരിച്ച ഇവിടുത്തെ ഹോൾ സിസ്റ്റം ഇത്രയൊക്കെ ഒരു പെണ്ണ് കരഞ്ഞു പറഞ്ഞിട്ടും നിങ്ങൾക്കൊന്നും കേൾക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ പലതരത്തിൽ ഞാൻ ഓരോ സംഭവങ്ങളും കേട്ട് പറഞ്ഞു, പല ഇതിനും തെളിവുകൾ പറഞ്ഞു. എന്നിട്ട് ഒരാൾക്കും കേസെടുക്കാനോ, ഞാൻ കേസ് കൊടുത്തിട്ട് പോലും അതിനൊരു പറയാനും പറ്റിയിട്ടില്ല. Thank you for all the love you have given. Bye.